മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത് ഒരു കോൺഗ്രസ് തരംഗം തന്നെയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. BJPയെ കടത്തിവെട്ടിയുള്ള പ്രകടനമാണ് അവിടെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും കാണിച്ചത്. എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മറിച്ചായിരുന്നു. കോൺഗ്രസിനെയും മഹാവികാസ് അഘാടി സഖ്യത്തിനെയും വലിയ തോൽവിയിലേക്ക് വലിച്ചിടാൻ NDA മുന്നണിക്ക് സാധിച്ചു. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥിതി ആവർത്തിക്കുമെന്നും ഇതോടെ കോൺഗ്രസ് വെറും ചാരമാകുമെന്നും മുംബൈ മാധ്യമങ്ങൾ വിധിയെഴുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തരംഗം എന്നൊന്നും പറയാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പിന്നോട്ട് പോയെങ്കിലും സംസ്ഥാനത്തെ ആകെ പ്രകടനം പാർട്ടിക്ക് തിരിച്ചുവരവിന്റേതാണ്. ഇത്തവണ സംസ്ഥാനത്തെ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആകെ 2869 സീറ്റുകളിൽ 528 എണ്ണത്തിൽ മത്സരിച്ച പാർട്ടിക്ക് 350 സീറ്റിൽ വിജയിക്കാനായി. മുംബൈയിൽ BJP ഭരണം പിടിച്ചെങ്കിലും സീറ്റെണ്ണത്തിൽ നാലാമതായി ഫിനിഷ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചു. മുംബൈയിലെ 227 സീറ്റിൽ 167 ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. താനെയിൽ 101 പൂനെയിൽ 100 മത്സരിച്ചു. സുപ്രധാന മേഖലകളിൽ 60 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. 5 ഭരണം നേടാനും 10 ഭരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യും. ഭിവൻസി, നിസാംപൂർ, ലാത്തൂർ, അമരാവതി, കോലാപൂർ, ചന്ദ്രപൂർ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണം നേടിക്കഴിഞ്ഞു. 99 ശേഷം ആദ്യമായാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം എന്നിവർ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി BJPക്കെതിരെ മത്സരിച്ച അജിത് പവാറിന്റെ തന്ത്രം പൂർണ്ണമായും തിരിച്ചടിച്ചു. ശക്തികേന്ദ്രമായ പൂനെയിലും പവാർ കുടുംബം നിലം തൊട്ടില്ല. കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായും ഒരിക്കലും എഴുത്തള്ളാൻ സാധിക്കില്ലെന്ന വലിയ സന്ദേശം പാർട്ടി നൽകുന്നുണ്ട്. അതിന്റെ തെളിവാണ് BJPയുടെ കോട്ടയായ മഹാരാഷ്ട്രയിൽ കാണാൻ സാധിച്ചത്. ഇനി മുന്നിലുള്ളത് കേരളവും തമിഴ്നാടും ബംഗാളുമാണ്. മഹാരാഷ്ട്രയിൽ നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണ്. എന്നാൽ അത് നൽകുന്ന ആത്മവിശ്വാസം അത്ര ചെറുതല്ല. NCP, ശിവസേന പാർട്ടികളെക്കാൾ അവിടെ തിളങ്ങിയത് തീർച്ചയായും കോൺഗ്രസ് തന്നെയാണ്.